കാർവാർ MLA അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമൊക്കെ സംസാരിക്കുന്നതാണ്. എപ്പോഴാണ് അവർ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നമുക്കറിയാനുള്ളത് ഇപ്പോൾ അങ്കോള ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ അങ്കോളയിലെ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മൃതദേഹാവശിഷ്ടങ്ങളെന്ന് പറയണ്ട, മൃതദേഹം എന്ന് തന്നെ പറയാമല്ലോ. ശ്രീനാഥ്, ഇനി അതിൻ്റെ ബാക്കി എത്രയും പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഇനിയുള്ള പ്രയോറിറ്റി. 70 ദിവസങ്ങൾ കഴിയുന്നുണ്ട്, വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരാകും വിശദീകരിക്കുക? ശ്രീനാഥ്. ഇനിയും അർജുനെ പറ്റിയുള്ള വിവരങ്ങൾക്ക് ആ ചോദ്യത്തിന് ഇവിടെ ഉത്തരമാകുമ്പോഴും കർണാടകയിൽ നിന്നുള്ള രണ്ടുപേരുടെ കാര്യം, അത് ലോകേഷ്, ജഗന്നാഥ്, ആ രണ്ടുപേരുടെ കാര്യത്തിൽ ഇനിയും ഇതുവരെയും സൂചനകളോ വിവരങ്ങളോ നമ്മളുടെ മുന്നിലില്ല. ശ്രീനാഥ് തുടരും. പുറത്തു വന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴായിരിക്കും ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരിക. ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയ MLA നേരെ ഈ ബോട്ടിലേക്ക് പോവുകയായിരുന്നു, ഡ്രഡ്ജറിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അവിടെ നടന്ന കൂടിക്കാഴ്ചകൾ, പിന്നീട് ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആദ്യം മൃതദേഹം പുറത്തെടുക്കുക എന്നതായിരിക്കണം പ്രഥമ പരിഗണന എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ MLA തന്നെ മുന്നിൽ നിന്ന് നൽകുന്നത് നമ്മൾ കണ്ടതാണ്. എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമം ഏതായാലും ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരം നീക്കങ്ങൾ തന്നെയാണ് MLAയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. MLAയുമായി നേരിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള നടപടി പൂർത്തിയാവുന്നതോടെ MLA കൂടി കരയിലേക്ക് എത്തി പിന്നീട് മാധ്യമങ്ങളെ കണ്ട് ഇനിയുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമാക്കും. ഈ മൃതദേഹം അർജുന് എന്ത് പറ്റി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും വരെ തിരച്ചിൽ തുടരും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ തിരച്ചിൽ പല ഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്നു പോകേണ്ടതായിരുന്നു. അവിടെ നിന്നൊക്കെ വീണ്ടും ഡ്രഡ്ജർ എന്ന ഒരു നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതും പിന്നീട് ആ ഡ്രഡ്ജർ ദൗത്യം പോലും ഒരു ഘട്ടത്തിൽ കാര്യമായ ചലനം ഉണ്ടാക്കാതെ ഇന്നലെയൊക്കെ വലിയ നിരാശയായിരുന്നു. അവിടെ നിന്നൊക്കെ വീണ്ടും ഇത് തുടർന്ന് പോകും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞു. അങ്ങനെ ആ പ്രതീക്ഷ വെച്ച് നടത്തിയ തെരച്ചിലാണ് ഇന്നിപ്പോൾ നിർണായകമായൊരു ഘട്ടത്തിലേക്ക് എത്തുകയും നമ്മൾ ഏവരും കാത്തിരുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയും ഏറെ വേദനാജനകമായ ഒരു ഉത്തരം പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും അത് വലിയ ദുഃഖം ഉണ്ടാക്കുന്നു. അർജുൻ്റെ മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിലാണെങ്കിൽ പോലും അത് കണ്ടെത്താൻ കഴിയുന്നത് അത് ഈ ദൗത്യം ഇത്രയും നാൾ പ്രയത്നിച്ച ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം MLA അടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ശ്രമത്തിനുള്ള ഒരു ഉത്തരം കൂടിയായി. ഇപ്പോൾ MLA ജില്ലാ കളക്ടറും ശിരൂരിലേക്ക് എത്തുകയാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ആ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം അതിൻ്റെ പരമാവധി ദിവസങ്ങളൊക്കെ വൈകുന്നേരം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ജില്ലാ ഭരണകൂടം കാർവാർ MLA അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇനി അതിനുവേണ്ടി ആയിരിക്കണം ജില്ലാ കളക്ടറും SP ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്. ജില്ലാ കളക്ടർ അടക്കം SP അടക്കം കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ, ഈശ്വർ മാൽപ്പെ അടക്കം ലോറി ഉടമ മനാഫ്, വാർത്ത കേട്ടപാട് അങ്ങോട്ടേക്ക് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രക്ഷാദൗത്യ പ്രവർത്തകൻ, അവിടെ നിന്ന മനുഷ്യർ, അവിടെ ഈ പറയുന്ന ആ മേഖലയിൽ ഭക്ഷണമൊന്നും കിട്ടാത്ത മേഖലയിൽ മാധ്യമപ്രവർത്തകർക്കടക്കം ഭക്ഷണം കൊടുത്ത അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ, NGOകൾ, രക്ഷാദൗത്യ പ്രവർത്തകർ, അങ്ങോട്ടേക്ക് ഓടിയെത്തിയ കേരളത്തിൽ ഓടിയെത്തിയ മുങ്ങൽ കോഴിക്കോട് നിന്നൊക്കെ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരടക്കമുള്ളവർ, അങ്ങോട്ടേക്ക് അവരെ കടത്തിവിട്ടില്ലെങ്കിൽ കൂടിയും അങ്ങനെ എത്ര പേരാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ അർജുനെ കണ്ടെത്തുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ ശിരൂരെ കൂടിയെത്തിയ മനുഷ്യർ എത്ര പേരാണ് അവിടെ നിന്നത്. മനാഫടക്കം ഈ ദിവസങ്ങളൊക്കെ അവിടെ നിൽക്കുകയായിരുന്നില്ലേ? അവരെയൊക്കെ ഉറപ്പായും കേരളം വരും കാലങ്ങളിൽ വീരേതിഹാസം എന്ന നിലയ്ക്ക് തന്നെ അവരെയൊക്കെ ഓർക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. കാര്യം ഒരു മനുഷ്യന് വേണ്ടി ഈ ദിവസങ്ങൾ അത്രയും ഹൃദയമുരുകി അവിടെ അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഇക്കാലത്ത് അത് ചെറിയ കാര്യമൊന്നുമല്ല. അതിനെ എങ്ങനെയൊക്കെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചാലും ഇക്കാലത്ത് അതും ഒരു ചെറിയ കാര്യമല്ല. ആ നടത്തിയ ശ്രമങ്ങൾ ഉറപ്പായും അംഗീകരിക്കപ്പെടും, ഉറപ്പായും ഓർക്കപ്പെടും. പക്ഷേ ആ ശ്രമങ്ങളുടെ ആത്യന്തിക ഫലം നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു. അർജുനെ ഈ പറഞ്ഞ കരുത്തോടെ ജീവനോടെ അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക എന്ന നമ്മുടെ പ്രതീക്ഷകൾ സാധ്യമായില്ലെങ്കിൽ കൂടിയും നമ്മൾ അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ അത് മറക്കാവതല്ല. നമ്മൾ ഒരുമിച്ച് നടത്തിയ ശ്രമങ്ങൾ അത് മറക്കാവതേയല്ല. ഒരു തർക്കം ആ കാര്യത്തിലില്ല. ഇവിടെ പ്രസാദ് എന്ന പ്രേക്ഷകൻ പറയുന്നു, മനാഫ്, നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യൻ. അർജുൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ലോകം വാഴ്ത്തും. പക്ഷേ ഇപ്പോൾ നിങ്ങളെ നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കാരം അർഹിക്കുന്ന, അങ്ങനെ ബഹുമാനം അർഹിക്കുന്ന, സല്യൂട്ട് അർഹിക്കുന്ന ഒരുപാട് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ഒരുപാട് മനുഷ്യരെ കണ്ട ഒരു തെരച്ചിൽ കാലം കൂടിയാണിത്. ഇത് കേരളത്തിന് സമാനതകളില്ലാത്ത ഒരു അനുഭവ പാഠമാണ് എന്നും ഉറപ്പായും പറയാം. എന്തായാലും അതിൻ്റെ ഒടുവിൽ നമുക്ക് ഈ വാർത്ത സന്തോഷത്തോടുകൂടി പറയാമായിരുന്നു. അർജുൻ ജീവനോടെ ഉണ്ട് എന്നൊരു വാർത്തയാണ് പറയുന്നതെങ്കിൽ അത്
ഏറ്റവും സന്ദേശത്തോടു കൂടി അങ്ങേയറ്റം ആവേശഭരിതമായ വാക്കുകൾ കൂടിയൊക്കെ ഒക്കെ പറയാമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല, അത് സംഭവിക്കില്ല എന്ന് നമുക്ക് ഏതാണ്ട് നമുക്ക് ഉറപ്പായിരുന്നു. എന്നാലും നമ്മുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും. വളരെ പെട്ടെന്ന് അർജുൻ എവിടെ നിന്നെങ്കിലുമൊക്കെ എങ്ങനെയോ ജീവനോടെ കേരളത്തിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് വരും, നമുക്കൊക്കെ ആശ്വാസമാകും എന്നൊക്കെ നമ്മൾ വെറുതെ ആണെങ്കിലും ഉള്ളിൽ ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. അല്ലെ, അർജുൻ ഇനി മടങ്ങി വരില്ല, അർജുൻ എന്തായാലും മരിച്ചിരിക്കും എന്ന് അങ്ങ് നിരാശപ്പെട്ടവർ വളരെ അപൂർവം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പ്, ഒരു തിരുനാളം എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ആ തിരുനാളം കെടുന്നു എന്നുള്ളതാണ്. ഈ സമയം ആ തിരുനാളം കെടുകയാണ്. ഇനി ആ പ്രതീക്ഷകളില്ലല്ലോ എന്നതാണ് ഈ മണിക്കൂറിൻ്റെ വേദന, ഈ മണിക്കൂറിൻ്റെ സങ്കടം. അത് സങ്കടവും വേദനയും തന്നെയാണ്. കാര്യം, ഒരു മനുഷ്യൻ മടങ്ങി വരണമെന്ന് ഈ ലോകത്തുള്ള മലയാളികൾ ഒരുപോലെ ആഗ്രഹിച്ച മറ്റൊരാൾ ഉണ്ടായിട്ടുണ്ടോ? അർത്ഥത്തിൽ ഒരുപക്ഷെ അർജുൻ ഭാഗ്യവാൻ എന്ന പ്രയോഗം നടത്തുന്നത് ശരിയാണോ എന്നറിയില്ല. എങ്കിൽ കൂടിയും ഒരു പ്രപഞ്ചത്തിലെ ഒന്നാകെയുള്ള മലയാളികൾ, ലോകത്തിൽ എവിടെയുമുള്ള മലയാളികൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇരുന്ന് എത്രയും പെട്ടെന്ന് അർജുൻ വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ഒരേ മനസ്സോടെ ആഗ്രഹിച്ച ഒരാൾ നമ്മുടെ ഒന്നും ഓർമ്മകൾ എന്തായാലും ഇല്ല. പക്ഷേ ആ ആഗ്രഹങ്ങൾ, ആ പ്രാർത്ഥനകളൊക്കെ അത് വിഫലമായി പോയിരിക്കുന്നു. അല്പസമയം ഇന്നാണ് ആ ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായൊരു ദിവസം. ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോൾ മുതൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്ന പ്രതീക്ഷകൾ വന്നുകൊണ്ടേയിരുന്നു. അത് ആ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയത് മുതൽ, വാഹനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് മുതൽ, ആ പ്രതീക്ഷകളുടെ ഒരു ആകത്തുക ഇന്ന് അതിന് പൂർത്തീകരണം ഉണ്ടാകുന്നു. ഇനി മൃതദേഹം അഴുകിയ നിലയിലാണ്. DNA പരിശോധന അടക്കം ഇനി സാധ്യമാകേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ അങ്കോള ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ അത് നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. ഡിങ്കി ബോട്ടിൽ നിന്ന് ഇപ്പോൾ ആ മൃതദേഹം കരയിലേക്ക് എത്തിക്കുകയാണ്. അവിടെ ആംബുലൻസ് അടക്കമുള്ള സംവിധാനത്തെ പ്രേക്ഷകർ കാണുന്നത് ആ ഡിങ്കി ബോട്ടാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ഡിങ്കി ബോട്ടുകൾ കുറേ അധികം കണ്ടു ഗംഗാവലി പുഴയിൽ. അതിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കി. ഓരോ മുങ്ങലിനെയും ഓരോ ഡൈവിങ്ങിനെയും നമ്മൾ പ്രതീക്ഷാപൂർവ്വം നോക്കി. അവിടെ ഡൈവിങ്ങിന് ആദ്യഘട്ടത്തിൽ നേവി സംഘം അവിടെ ഗംഗാവലി പുഴയുടെ ആഴത്തിലെ കുത്തൊഴുക്ക് 8ഉം 10ഉമായിരുന്ന സമയത്ത് അവിടെ മനുഷ്യസാധ്യമല്ല, അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് ആത്മഹത്യാപരമാകുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരപാലനൊക്കെ പറയുന്ന ആ സമയത്ത് അങ്ങനെ കരയിൽ നമ്മൾ പകച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. നമ്മളും ആ കരയിൽ നമ്മൾ ഒരേ മനസ്സോടെ എന്ത് ചെയ്യും എന്നറിയാതെ ആശങ്കപ്പെടുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അതിനൊക്കെ ഒടുവിൽ 1.5 മാസം കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ആ ഭൂപ്രകൃതി അപ്പാടെ മാറുന്നു, മഴ ഒടുങ്ങുന്നു, ഗംഗാവലി ശാന്തമാകുന്നു. അവിടെ ഗംഗാവലിയിലെ നീരൊഴുക്ക് വല്ലാതെ കുറയുന്നു. അത് നല്ല ക്ലാരിറ്റിയുള്ള വെള്ളമുണ്ടാകുന്നു, അടിത്തട്ടിൽ കാഴ്ച ഉണ്ടാകുന്നു. അങ്ങനെ അതിനുശേഷം നടത്തിയ തെരച്ചിൽ അത് പോസിറ്റീവായി, അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് തെരച്ചിലായി. ഡ്രഡ്ജിങ്ങിൻ്റെ തെരച്ചിൽ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട്. ഇനിയിപ്പോൾ മന്ത്രി ശ്രീ PM മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉറപ്പായും ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെയൊക്കെ ആവശ്യവും. അർജുൻ എന്ന് പറയുന്ന ആൾ, മനാഫൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അർജുൻ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ്. അർജുൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ പല ജോലികൾ, ഇപ്പോൾ പെയിൻറ്റിങ് പണിയാവട്ടെ, അല്ലെങ്കിൽ ബാക്കി ഓരോരോ ജോലികളാവട്ടെ, അതിനുശേഷം ഡ്രൈവിങ്ങിലേക്കും വാഹനത്തിലേക്കും ഒക്കെ എത്തലാവട്ടെ, അതൊക്കെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത ദൗത്യങ്ങളായിരുന്നു. അർജുന കുടുംബം എന്ന് പറയുന്നത്, ആ കുടുംബത്തിനെ നൂർത്തു നിർത്തുക അല്ലെങ്കിൽ നേരെ നിർത്തുക എന്ന് പറയുന്ന അർജുൻ്റെ അഭിമാന പ്രശ്നമായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ അർജുൻ നടന്നു. ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു. കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ പറയുന്ന ലോറി ഓടിക്കലും കർണാടകയിലേക്കും ഷിരൂരിലേക്കും പോണ്ടി വന്നത്. അന്നമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പോക്കാണത്. അപ്പോൾ അതിൽ കുടുംബത്തിന് വേണ്ടി ജോലിക്ക് പോയി, അല്ലെങ്കിൽ ആ വഴിയിൽ ഓർമ്മയായി മാറുന്ന അർജുൻ്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിൻ്റെ ആദ്യ സൂചന തന്നെയാണ് അർജുൻ്റെ ഭാര്യയ്ക്കുള്ള ജോലി അടക്കമുള്ള കാര്യങ്ങൾ. ഇനിയും കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി PM മുഹമ്മദ് റിയാസിൻ്റെ വാക്കുകൾ. നമ്മൾ 100% അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്, അങ്ങനെ തന്നെ ഉണ്ടാവുകയും വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയുമാണ്. ഗംഗാവലി പുഴയിൽ നിന്ന് ഡിങ്കി ബോട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോഴും കാണുന്നത്. ഈ ക്യാബിനുള്ളിൽ തന്നെയായിരുന്നു മൃതദേഹം. നമുക്ക് നേരത്തെ 100 ആശങ്കകളുണ്ടായിരുന്നു. ഈ ക്യാബിൻ കണ്ടെത്തിയാൽ തന്നെ ഈ ക്യാബിൻ തീരെ പൊളിഞ്ഞ മട്ടിലായിരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. ആശങ്കയ്ക്ക് കാരണം ഡ്രഡ്ജിങ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ഒരു ട്രക്കിൻ്റെയോ ഒരു ലോറിയുടെയോ ഒക്കെ ഒരു ക്യാബിൻ ഭാഗം പൂർണ്ണമായി തകർന്ന മട്ടിലൊരു ക്യാബിൻ ഭാഗം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ക്യാബിൻ പൂർണ്ണമായി തകർന്നെങ്കിൽ നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം, അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്ന ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ സൂചനകളൊന്നും കിട്ടാത്തപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു ഈ വാഹനം അവിടെ ഒന്നുമില്ല,
എന്തായാലും കടലിലേക്കൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകണം എന്ന് കരുതിയവർ നിരാശപ്പെട്ടവർ ഒരുപാടാണ്. അത്രത്തോളം പരിശോധന നടത്തിയിട്ടും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ ഇനി അങ്ങനെ തന്നെയാണോ ഈ വാഹനം യഥാർത്ഥത്തിൽ ഈ ഗംഗാവലി പുഴയ്ക്ക് താഴെയുണ്ടോ, അതല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ആ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയുടെ താഴെ മണ്ണിനടിയിൽ ഒക്കെ ഇപ്പോഴും കിടക്കുകയാണോ എന്നൊക്കെ പല പല ചിന്തകൾ ചിന്തിച്ചവരാണ് നമ്മൾ. ആ ചിന്തകൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നു. ഈശ്വർ മാൽപേയുടെ ഡൈവിങ് അല്ലെങ്കിൽ ഈശ്വർ മാൽപേ ആണ് ആദ്യമായി അവിടെ ആ ഗംഗാവലിയുടെ കുത്തൊഴുക്കിനെ വകവയ്ക്കാതെ അങ്ങോട്ടേക്ക് ചാടാനുള്ളൊരു ധൈര്യം കാണിച്ചത്. ആദ്യഘട്ടത്തിലെ ഡൈവിങ് വേണ്ടത്ര പ്രയോജനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പോലും ഈശ്വർ മാൽപേയുടെ ഡൈവിങ് ഈ റിസൾട്ടിലേക്ക് എത്തുന്നതിൽ ഏറെ നിർണായകമായി. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറിൻ്റെ ഐബോട്ട് സംവിധാനം ഈ റിസൾട്ടിലേക്ക് എത്തുന്നതിൽ ഏറ്റവും നിർണായകമായി. ഏറ്റവും പ്രധാനം ഡ്രഡ്ജിങ് സംവിധാനം കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുകയും നമുക്കറിയാം ആ കാലാവസ്ഥ ആ സമയത്ത് ഡ്രഡ്ജർ കൊണ്ടുവരാൻ പര്യാപ്തമായിരുന്നില്ല. കൊണ്ടുവന്നാൽ തന്നെ അവിടുത്തെ റെയിൽവേ മേൽപ്പാലം അടക്കം വലിയ തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇറങ്ങി ജലനിരപ്പ് താഴ്ന്ന് വേലിയിറക്ക സമയത്ത് ആ മേൽപ്പാലത്തിന് താഴെ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റുന്ന സമയം കണക്കാക്കി കൃത്യം അങ്ങനെ ഡ്രഡ്ജർ കൊണ്ടുവന്നൊക്കെ നടത്തിയ പരിശോധനയാണ്. അതിൻ്റെ വലിയ എഫർട്ടുകൾ ഉറപ്പായുമുണ്ട്. കർണാടക സർക്കാർ അതിനുവേണ്ടി വലിയ തുക ചെലവാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. അതിന് കർണാടക സർക്കാരിനോട് കാർവാർ MLA അതിനുവേണ്ടി പ്രവർത്തിച്ച മനുഷ്യരോടൊക്കെ കേരളം എന്നുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കടപ്പെട്ടവരാണ് എന്ന കാര്യത്തിലും തർക്കമുണ്ട്. നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ അർജുൻ ജീവനോടെ എത്തുന്നു എന്ന് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്നില്ലെങ്കിൽ കൂടിയും ഈ നടത്തിയ ശ്രമങ്ങൾക്ക് ഈ നിരന്തരം നടത്തിയ ശ്രമങ്ങൾക്ക് നമ്മൾ ആ സർക്കാർ സംവിധാനത്തോട് MLA നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന കാര്യത്തിലും അക്കാര്യത്തിൽ തർക്കങ്ങളില്ല. ക്യാബിൻ ഏതാണ് തകർന്ന നിലയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിജയകുമാർ തുടരുന്നു. വിജയകുമാർ, ഇവിടെ ഏറെ വികാര വിക്ഷോഭത്തോടു കൂടിയാണ് അർജുൻ്റെ സഹോദരി പ്രതികരിക്കുന്നത്. അർജുൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ഉറപ്പായും ഇന്നങ്ങനെ അവർക്ക് പ്രതികരിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോൾ പോലും അർജുൻ ഇനി നമുക്കൊപ്പമില്ല എന്ന തിരിച്ചറിവിൻ്റെ ഒരു സമാധാനം അവരെ ബാക്കി ദിവസങ്ങളിൽ ഭരിക്കും. വിജയകുമാർ.